മുംബൈ ടീമിൽ വലിയ തർക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുപ്പിച്ച് 3 കളി മുംബൈ ഇന്ത്യൻസ് തോറ്റു. ഇനി ഒരു മാച്ച് കൂടി തോറ്റാൽ പിന്നെ ഇപ്രാവശ്യം പ്ലേ ഓഫ് കാണുക ദുഷ്കരമായിരിക്കും. കാരണം പിന്നെ അടുപ്പിച്ച് ഒരുപാട് വിജയങ്ങൾ നേടേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനി തോൽക്കുന്നത് മുംബൈ ടീമിനെ സംബന്ധിച്ച് റിസ്ക് ആണ്. അതുകൊണ്ട് തന്നെ ടീം മാനേജ്മെന്റ് മുംബൈ ടീമിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. മുംബൈയുടെ അടുത്ത കളി ഡൽഹിയുമായിട്ടാണ്. ഏപ്രിൽ 7-നാണ് മാച്ച് ആരംഭിക്കുന്നത്. ഇതിനു മുന്നേ വലിയ പ്രഖ്യാപനമാണ് നിത അംബാനി നടത്തിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിത അംബാനി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: മുംബൈ ടീമിൽ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ട്. അത് ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ കാണുന്നതാണ്. പാണ്ഡ്യ ക്യാപ്റ്റനായപ്പോൾ മുംബൈ ടീം 2 തട്ടായി തിരിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. പാണ്ഡ്യയോട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. അവൻ അടുത്ത മത്സരത്തിൽ റെസ്റ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പാണ്ഡ്യ കളിച്ചില്ലെങ്കിൽ രോഹിത് ശർമ്മയെ ഞങ്ങൾ ക്യാപ്റ്റനാക്കും. അതിന് രോഹിത് ശർമ്മയുടെ അനുവാദം ആവശ്യമാണ്. പാണ്ഡ്യ പറയുന്നതനുസരിച്ചായിരിക്കും ഞങ്ങൾ തീരുമാനമെടുക്കുന്നത്. കാരണം ഇപ്രാവശ്യം ഞങ്ങൾ ക്യാപ്റ്റൻസി കൊടുത്തത് പാണ്ഡ്യയ്ക്കാണ്. അതുകൊണ്ട് അവൻ എന്താണ് കാണിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയണം. ക്യാപ്റ്റൻസി മോശമാണെങ്കിൽ പാണ്ഡ്യയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് ഞങ്ങൾ നീക്കം ചെയ്യും. അടുത്ത മാച്ചിൽ അവൻ റെസ്റ്റ് ആണെങ്കിൽ രോഹിത് ശർമ്മയെ ഞങ്ങൾ ക്യാപ്റ്റനാക്കും. ഇല്ലെങ്കിൽ അവൻ നല്ല രീതിയിൽ ടീമിനെ നയിക്കണം. അതാണ് ഞാൻ അവനോട് ആവശ്യപ്പെട്ടത്. മുംബൈ ടീം ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് നിത അംബാനി വ്യക്തമാക്കി. ഒരു മാച്ചിലെങ്കിലും ഹാർദിക് പാണ്ഡ്യ റെസ്റ്റ് എടുക്കണം. അങ്ങനെയാണെങ്കിൽ മുംബൈ ടീം വീണ്ടും ആ പഴയ ടീമായി മാറുമെന്നത് ഉറപ്പാണ്. രോഹിത് ശർമ്മ വീണ്ടും നായകനാവുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. ഒരുപക്ഷെ അടുത്ത മാച്ചിൽ ചിലപ്പോൾ അത് കണ്ടേക്കാം. അടുത്ത മാച്ച് ഡൽഹിയുമായിട്ടാണ്. ആ മാച്ചിലെങ്ങാനും രോഹിത് ക്യാപ്റ്റനായിട്ട് മുംബൈ ടീം ജയിച്ചാൽ പിന്നെ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി തെറിക്കുമെന്നത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് അടുത്ത മാച്ചിന് വേണ്ടി കാത്തിരിക്കാം. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.